ഹലോ എവരി വൺ. ഞാനിന്ന് ഒരു അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞാലോ എന്ന് ആഗ്രഹിക്കുകയാണ്. ചില കമൻസൊക്കെ എനിക്ക് വന്നിരുന്നു, മോട്ടിവേഷണൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച്. പക്ഷെ എൻ്റെ ഞാൻ പറയുന്ന കഥ ഒരു സ്ത്രീയുടെ കഥയാണ്. അത് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. കാരണം ഞാൻ മോട്ടിവേഷണൽ സ്പീച്ചൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അതിനുള്ളൊരു ഒരു ഒരു പരിജ്ഞാനമൊന്നും എനിക്കില്ല. സ്റ്റിൽ ഞാനൊന്ന് ശ്രമിക്കുകയാണ്. ആർക്കെങ്കിലും ഈ സ്റ്റോറി കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടുന്നെങ്കിൽ ഞാൻ ഹാപ്പി. ഈ സ്റ്റോറിയിലെ സ്ത്രീക്ക് ടീച്ചറാവാനായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അത് അവളുടെ മനസ്സിൽ തോന്നി തുടങ്ങിയത് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ്. ലേറ്റായിട്ടെന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ കാലത്ത് പറയില്ലേ, ചെറിയ പ്രായത്തിലെ തന്നെ നമ്മൾ ആഗ്രഹിക്കണം എന്താവണമെന്ന്. പക്ഷേ ഈ കുട്ടിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരു സമയത്ത് അവർ ഒരു എൻജിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നു. അവിടുത്തെ സ്റ്റുഡൻസ് അവരിവരെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റുഡൻസിൻ്റെ ആ ഒരു നേച്ചറും അവരുടെ ഒപ്പം നടക്കുന്ന ആ ഒരു സമയവും അപ്പോഴാണ് ഈ സ്ത്രീ മനസ്സിലാക്കുന്നത് ടീച്ചിങ് ഈസ് റിയലി ഗുഡ്. അങ്ങനെ ഇവർക്ക് മനസ്സിൽ അത്രയും ടീച്ചിങ്ങിനോട് ഇഷ്ടം വരികയാണ്. പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ഇവരുടെ ഫാദർ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹൈ ലെവലിലുള്ള യൂണിഫോം ധരിക്കുന്ന ആ ലെവലിലുള്ളൊരു ഓഫീസറാണ്. അമ്മ അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരു എൻജിനീയറിംഗ് പോസ്റ്റിലുള്ള ആളാണ്. ഇവരാദ്യം ഒരു കല്യാണം കഴിച്ചതാണ്. അന്യമതത്തിൽപ്പെട്ടയാളെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ പ്രേമവിവാഹമാണ്. വീട്ടുകാർ തമ്മിൽ സ്വരച്ചേർച്ച, അങ്ങനെ അത് ഡിവോഴ്സിൽ അവസാനിച്ചു. ആ ബന്ധത്തിലൊരു കുഞ്ഞുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു മകൻ ഉള്ളപ്പോഴാണ്, ഡിവോഴ്സിന് ശേഷമാണ് ഇവർ ഈ എൻജിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോഴാണ് ഇവർക്ക് തിരിച്ചറിയുന്നത്, ടീച്ചിങ് ഈസ് റിയലി പെർഫെക്റ്റ് ഫോർ മീ എന്ന് ഇവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ടീച്ചിങ്ങിൻ്റെ സമയത്താണ് ഈ സ്ത്രീയുടെ ഒരേ ഒരു അനുജൻ, ആകെ ഒരു അനിയനെ ഉണ്ടായിരുന്നുള്ളൂ, ആ അനുജൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പോൾ പെട്ടെന്നൊരു ഷോക്കായിരുന്നു ഫാമിലിക്ക്. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് ഈ സ്ത്രീയെ രണ്ടാമത് കല്യാണം കഴിപ്പിക്കാൻ. അപ്പം അങ്ങനെ രണ്ടാമത് വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ രണ്ടാമത് വിവാഹം കഴിക്കുന്ന സമയത്ത് അനിയൻ മരിച്ചിരിക്കുകയാണ്. അപ്പനും അമ്മയും വളരെയധികം ഡിപ്രഷൻ അവസ്ഥയിലാണ്. അപ്പോൾ ഈ സ്ത്രീ വിചാരിക്കുന്നു, ഓക്കെ, ഞാനൊന്ന് വിവാഹം കഴിച്ചാൽ പാരൻസ് സ്വന്തം അപ്പനും അമ്മയും പറയുന്ന അനുസരിച്ച് കല്യാണം കഴിച്ചാൽ അവർക്കൊരു ആശ്വാസമാവും, കുടുംബക്കാർക്കൊക്കെ ഒരു സമാധാനം. കാരണം ഡിവോഴ്സ് കഴിഞ്ഞതേ കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരവസ്ഥ. ആകെപ്പാടൊരു അനിയനുണ്ടായിരുന്നു, മരിച്ചും പോയില്ലേ. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ ആ വിവാഹത്തിന് സമ്മതിക്കുന്നു. പക്ഷെ ആ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭർത്താവിന് ആദ്യത്തെ ഭാര്യ മരിച്ചു പോയതാണ്. ക്യാൻസർ വന്ന് മരിച്ചതാണ്. 2 ആൺമക്കളുണ്ട്. അപ്പോൾ ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ കുഞ്ഞുങ്ങളെ നോക്കാനും വീട് നോക്കാനും ഒരാൾ വേണം. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് വിവാഹം നടക്കുന്നത്. പക്ഷേ ഇതൊന്നും അറിയാതെ ടീച്ചറാവണമെന്ന് ആഗ്രഹിച്ച ആൾ അവിടെ എത്തിപ്പെടുന്നു. എങ്കിലും സമൂഹത്തിൻ്റേതായ ഒരു രീതിയിലൊക്കെ അവരവിടെ എങ്ങനെയും പിടിച്ചു നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിവോഴ്സിൻ്റെ സമയത്ത് ഈ സ്ത്രീക്ക് മാനസികമായ ഡിപ്രഷൻ നോർമലി ഇപ്പോൾ അതെല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുകയും അന്ന് വളരെ ചെറിയ ലെവലിലുള്ള മരുന്നുകൾ കഴിക്കുകയും വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മെഡിസിൻസ് കഴിക്കേണ്ടി വന്നിട്ടുണ്ട് ഡിവോഴ്സിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. അത് ആ ഭർത്താവിന് രണ്ടാമത് കല്യാണം കഴിച്ച ആളോട് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്നത്. സാവകാശം. കാരണം പലതും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആ സ്ത്രീ അത്രയും വിചാരിക്കുന്നില്ലല്ലോ. നമുക്കങ്ങനെയല്ലേ, പലതും കേൾക്കുന്നതിലൂടെയല്ല, നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അറിയുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയായിരുന്നു ആ സ്ത്രീക്ക്. അവളവിടെ ചെന്ന് 3 കുട്ടികളുടെ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആദ്യത്തെ ആ മകൻ അവൻ എന്നും അവളുടെ കൂടെ ഉണ്ടാവണം, അവൻ ഒന്ന് വലുതാവുന്ന വരെയെങ്കിലും അമ്മയില്ലാതെ അവൻ വളരരുത് എന്നുള്ള ആഗ്രഹമാണ് ഈ കുട്ടിക്ക്. അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ടാണ് അവിടെ ചെല്ലുന്നത്. അത് രണ്ടാമത്തെ കല്യാണത്തിൻ്റെ ഭർത്താവ് സമ്മതിച്ചതാണ് കുഞ്ഞിനെ കൊണ്ടുവരാൻ. അങ്ങനെ ഈ 3 ആൺമക്കളുടെ കാര്യം നോക്കണം. അതേപോലെ പഠിപ്പിക്കുന്നത് വലിയ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഇവൾ M.Tech ജോയിൻ ചെയ്തിട്ടുണ്ട്.
അത് ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ ലീവ് എടുത്തിട്ടാണ് എംടെക്കിന് ജോയിൻ ചെയ്തത്. കാരണം തിരിച്ച് ചെന്ന് അവിടെ ജോലി കിട്ടും എന്നുള്ള ഒരു ഉറപ്പിൽ ആ ലീവ് എടുത്ത് എംടെക്കിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രൊപ്പോസൽ വരുന്നതും അങ്ങനെ വിവാഹം കഴിയുന്നതും. അപ്പോൾ എംടെക്കിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ 3 കുട്ടികളുടെ ഉത്തരവാദിത്വം നോക്കണം. 2 കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ്, 1-ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി. ഈ അവസ്ഥയിലാണ് ആ പെണ്ണ് ജീവിക്കുന്നത്. അകത്തെ പണിക്ക് ആരെയും വെക്കില്ല. അത് അവിടുത്തെ രീതി അങ്ങനെയാണ്. ആ രീതിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്ത്രീക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാലും അവർ സമൂഹത്തെ പേടിക്കണമല്ലോ. കാരണം ഓൾറെഡി ഒരു ഡിവോഴ്സ് കഴിഞ്ഞതാണ്. ഇവിടെ എങ്ങനെയും പിടിച്ചു നിന്നേ പറ്റുള്ളൂ. അവരങ്ങനെ പരമാവധി അതെല്ലാം സഹായിച്ച് അങ്ങനെ ജീവിച്ചു. ഈ എംടെക് എല്ലാം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രഗ്നൻറ്റുമായി. അതായത് 4-ാം കുട്ടിയാണ് ആ വീട്ടിൽ. ഓൾറെഡി ആ സ്ത്രീക്ക് ഒരു കൊച്ചുണ്ട്. ആ സ്ത്രീയുടെ 2ാമത്തെ ഭർത്താവിന് 2 മക്കളുണ്ട്. അതിൻ്റെ കൂടെ വീണ്ടും പ്രഗ്നൻ്റ് ആവുകയാണ്. അപ്പം പ്രഗ്നൻസി പീരീഡിലാണെങ്കിലും അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഛർദ്ദിക്കൽ, വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ ഒപ്പം എംടെക്കിൻ്റെ പ്രോജക്റ്റ് ടൈമായി. അപ്പോൾ എല്ലാവരും കൂടെയുള്ള എല്ലാവരും പല പല കമ്പനികളിൽ ഒക്കെ പോയിട്ടാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്ത്രീക്ക് അതിനൊന്നും സാഹചര്യമില്ല. എങ്ങനെയായാലും ഈ സ്ത്രീ തന്നെ സ്വന്തം ലാപ്ടോപ്പിലാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഭർത്താവ്, അതായത് പുതിയ വീട് പണിതതാണ് അവർ. ഈ 2ാമത്തെ കല്യാണത്തിന് മുൻപ് ആ മനുഷ്യൻ ഒരു വലിയ വീട് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ആശാരിപ്പണി തീർന്നിട്ടില്ല. അതായത് ഒരുപാട് സ്ഥലമുള്ളവരായതുകൊണ്ട് തേക്കും ഈട്ടിയൊക്കെ ഉണ്ട് പറമ്പിൽ തന്നെ. അതെല്ലാം മുറിച്ചിട്ട് വേണം ഈ ആശാരിപ്പണികൾ തീർക്കാൻ. അതായത് അലമാരിയൊക്കെ, ജനലും വാതിലുമൊക്കെ ഉണ്ട്, ഓൾറെഡി അവിടെ ഉണ്ട്. പക്ഷെ അലമാരി പോർഷനൊക്കെ തീർക്കാൻ അങ്ങനെ പണിയുണ്ട്. അപ്പം ഈ സ്ത്രീ പറയുന്നുണ്ട് ഈ ആശാരിമാർക്കുള്ള ഭക്ഷണമെങ്കിലും നമുക്ക് വാങ്ങാൻ. അത് സമ്മതിക്കില്ല. കാരണം അവിടുത്തെ രീതി അങ്ങനെയാണ്, അതുമായിട്ട് പൊരുത്തപ്പെടണം എന്നുള്ളതാണ്. ആ സ്ത്രീക്കാണെങ്കിലും ഉള്ളിൽ എപ്പോഴും ഒരു ആളലാണ്. കാരണം ആദ്യത്തേതോ ഡിവോഴ്സ്, ഇതെങ്കിലും പിടിച്ചു നിൽക്കണം. അതുകൊണ്ട് എങ്ങനെയും അതൊക്കെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. അങ്ങനെ അപ്പോഴും ഈ സ്ത്രീയുടെ മനസ്സിലുള്ള വിചാരം ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണല്ലോ, പ്രഗ്നൻസി കഴിഞ്ഞ് കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോഴെങ്കിലും ഭർത്താവും വീട്ടുകാരും ഒക്കെ ഒന്ന് മാറി ചിന്തിക്കും. അകത്തെ സഹായത്തിന് സ്ഥിരമായിട്ടൊരാളെ വരുമായിരിക്കും. കാരണം ഈ കുഞ്ഞു മക്കളെ നോക്കൽ, എംടെക്കിൻ്റെ കാര്യങ്ങൾ, പിന്നെ പണിക്കാർ, പറമ്പിലെ പണിക്കാർ, ആശാരിമാർ ഇവരുണ്ടെങ്കിൽ അവർക്കുള്ള ഭക്ഷണം, അതും ഗ്യാസ് അടുപ്പ് കത്തിക്കാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു രീതികളൊക്കെയാണ്. അപ്പോൾ ഈ സ്ത്രീ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച് ഈ പ്രസവത്തിന് സ്ത്രീയുടെ വീട്ടിലേക്ക് വരികയാണ്. പ്രസവിച്ച് കഴിഞ്ഞ് ആ കുഞ്ഞിന് അധികം പ്രായമായില്ല. അതായത് കഷ്ടിച്ച് 2 മാസം ആയപ്പോഴത്തേക്കും പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ്റെ സമയമായി. അപ്പോൾ അങ്ങനെ എംടെക്കിൻ്റെ പ്രോജക്റ്റിൻ്റെ പ്രസൻറ്റേഷന് കുഞ്ഞിനെയും കൊണ്ട് പോകണം. കാരണം കുഞ്ഞിന് ഫീഡിങ് ടൈമാണ്, മുലപ്പാൽ കൊടുക്കണമല്ലോ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വേണം പോകാൻ. അങ്ങനെ ഈ സ്ത്രീ തീരുമാനിക്കുകയാണ് ഭർത്താവിൻ്റെ സഹായം ഇല്ലാണ്ട് പറ്റില്ല. ഭർത്താവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വരികയാണെങ്കിൽ ഭർത്താവ് കൊണ്ടുപോയിക്കോളാം. അപ്പോൾ ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്, എന്നാൽ ആശാരിപ്പണി ഒന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കാവോ? കാരണം ഈ കുഞ്ഞു കൊച്ച് കുറച്ച് പ്രീമച്വർ ബേബിയാണ്. ആ കുഞ്ഞു കൊച്ച് ഉണ്ടായപ്പം തൊട്ട് അവൾക്ക് ഛർദിയുണ്ട്. അപ്പോൾ ഡോക്ടർ ഒരു വയസ്സോളം ഏകദേശം ഈ ഛർദി ഉണ്ടാകും. കാരണം കുറച്ച് നേരത്തെ ഉണ്ടായതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഭർത്താവ് സ്നേഹത്തെ സംബന്ധിച്ചു, അതൊന്നും ഇപ്പോൾ ഉടനെയൊന്നും ഉണ്ടാവില്ല, ആശാരിപ്പണിയൊന്നും ഉടനെ ഉണ്ടാവില്ല, നിനക്ക് പറ്റുമ്പോഴേ ആശാരിപ്പണി വെക്കുന്നുള്ളൂ. അതുപോലെ ആശാരിപ്പണി വെച്ചാൽ നിനക്ക് സഹായത്തിന് ആരെങ്കിലും വേണോ അകത്തെ പണിക്ക്, അത് ശരിയാക്കാം, അതൊന്നും കുഴപ്പമില്ലെന്നും പറഞ്ഞ് അപ്പം സ്ത്രീയും ആശ്വസിച്ചു. കാരണം അവളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞായി കഴിയുമ്പോഴെങ്കിലും ഭർത്താവ് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കും. അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് അവർ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോഴും ഈ പറഞ്ഞ പോലെ 3 കുട്ടികൾ, പിന്നെ ഉണ്ടായതൊരു പെൺകുട്ടിയാണ്. അങ്ങനെ അവിടെ പ്രോജക്റ്റ് പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞു. ഡിസ്റ്റിങ്ഷനോടെ ഈ സ്ത്രീ എംടെക് പാസ്സാവുകയാണ്. പക്ഷേ ഭർത്താവിൻ്റെ രീതികൾക്ക് മാറ്റമില്ല. വീട്ടിലേക്ക് ചെന്ന് ആ സ്ത്രീ വീട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ട് ചെന്ന് കഷ്ടിച്ച് പ്രോജക്റ്റ് പ്രസൻറ്റേഷനും കഴിഞ്ഞ് കഷ്ടിച്ച് 1 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്ത്രീയോട് യാതൊരു അറിയിപ്പും ഇല്ലാണ്ട് തന്നെ, ഒന്നും പറയുന്നത് തന്നെയില്ല, അങ്ങ് തീരുമാനിക്കുകയാണ് ആശാരിപ്പണി തുടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് ഈ സ്ത്രീക്ക് ആദ്യം തുടങ്ങി. കാരണം ഈ കുഞ്ഞു കൊച്ച് എന്ന് പറഞ്ഞാൽ 2-3 മാസമായിട്ടുള്ളൂ. ആ കുഞ്ഞു കൊച്ചിനെയും വെച്ച് ഈ 3 കുട്ടികളെ സ്കൂളിൽ വിടണം, അവരെ പഠിപ്പിക്കണം, അവരെ എഴുതിക്കണം, അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും. പിന്നെ വാഷിംഗ് മെഷീൻ കേടാണ്. ഈ ഒരു അവസ്ഥയിൽ ഇവരെങ്ങനെ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കും? അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇതെനിക്ക് എല്ലാം കൂടി പറ്റത്തില്ല കേട്ടോ. അപ്പോൾ മുതൽ ഈ ഭർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാനസിക രോഗമാണ്, നിനക്ക് പണ്ടേ മാനസിക രോഗമാണല്ലോ, മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതല്ലേ, അതിൻ്റെ ഇതൊക്കെ സാധാരണ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്, നിന്നെക്കൊണ്ട് ഇത് പറ്റാത്ത നിൻ്റെ രോഗം കൊണ്ടാണ്.
അപ്പോൾ ഇത് കേൾക്കുമ്പോഴൊക്കെ ഈ സ്ത്രീ കഷ്ടപ്പെടുന്നുണ്ട്. എന്താ ഇങ്ങനെ പറയുന്നത്, മാനസിക രോഗമാണോ അറിയില്ല. കാരണം നമ്മളൊരിക്കൽ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരും, ഇനി മാനസിക രോഗം ഉണ്ടോ അല്ലേ എന്ന് പറയുന്ന പോലെ ഈ സ്ത്രീയും ചിന്തിക്കുന്നു. ശരിയാണോ ആവോ അറിഞ്ഞുകൂടാ. എന്നിട്ട് ഈ സ്ത്രീ പരമാവധി ശ്രമിക്കുകയാണ്, ഈ ഭർത്താവിനെയും അവിടെ ഉള്ളവരെ എല്ലാം സന്തോഷിപ്പിച്ച് ജീവിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. പക്ഷേ പരാജയപ്പെട്ട് വരികയാണ്. കാരണം അവരുടെ രീതികൾ അങ്ങനെയല്ല, രീതികൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അപ്പം ഈ കുഞ്ഞിനെ കൊണ്ട് ഇവർ അങ്ങേയറ്റം കഷ്ടപ്പെടുന്നു. അകത്തെ പണിക്കെന്നും പറഞ്ഞ് വല്ലപ്പോഴും ഒരാൾ വന്നാലായി, അത്രയേ ഉള്ളൂ. പക്ഷെ ആശാരിപ്പണി എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ വീട് മുഴുവനും പൊടിയായിരിക്കും. അപ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് ഇതെല്ലാം കൂടി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഈ സ്ത്രീക്ക് നന്നായിട്ടുണ്ട്. രാത്രി ഉറക്കം തീരെ ശരിയാകുന്നില്ല. അപ്പോൾ പാമ്പേഴ്സ്, നമുക്ക് ഡയപ്പറൊന്നും വാങ്ങാൻ അത് സമ്മതിക്കില്ല. കാരണം അത് പാരമ്പര്യങ്ങൾക്ക് എതിരാണ്. ഡയപ്പർ വാങ്ങാൻ പാടില്ല. അപ്പം ഈ സ്ത്രീ വല്ലാതെ കഷ്ടപ്പെടുന്നു. രാത്രിയിൽ ഉറക്കം ശരിയാകുന്നില്ല. അങ്ങനെ പോരാത്തതിന് അതിൽ ഒരുപാട് പറമ്പൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് പട്ടികളുണ്ട്. പന്നികളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി പട്ടികൾ വളർത്തുന്നുണ്ട്. ഈ പട്ടികളെല്ലാം കൂടി രാത്രി കിടന്ന് ഭയങ്കര ഒരേം ബഹളമായിരിക്കും. അപ്പോൾ ഈ സ്ത്രീക്ക് തീരെ ഉറക്കം ശരിയാകുന്നില്ല. അപ്പോഴും ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് ഉറക്കമൊന്നും തീരെ ശരിയാകുന്നു, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാം കൂടി കൊണ്ട് നടക്കാൻ എന്ന് പറയുമ്പോൾ പറയും, ഇവിടെ ഒരു ചടങ്ങ് വരുന്നുണ്ട്, ആ ചടങ്ങിന് മുമ്പ് ആശാരിപ്പണി മുഴുവൻ തീർക്കണം എന്നാണ്. അപ്പം അത് നേരത്തെ അവർ കണക്കാക്കി വെച്ചിരുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിന് മുമ്പ് ഈ ആശാരിപ്പണി തീർക്കാൻ വേണ്ടിയാണ് ഇവരോടിത് ഈ പണിയെല്ലാം ചെയ്യണം എന്നാണ് ഭർത്താവ് ഭാര്യയോട് പറയുന്നത്. അപ്പോൾ ഈ ഭാര്യ നിവൃത്തിയില്ലാതെ ഇതെല്ലാം ചെയ്യുന്നു. പക്ഷെ ഒരു ദിവസം ഇവർ വല്ലാതെ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. എനിക്കിതെല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് വല്ലാതെ അങ്ങ് വേസ്റ്റാവും. നമ്മുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനെല്ലാം പുറത്തു വന്നു. അപ്പോൾ ഉടനെ ഈ ഭർത്താവ് ഭാര്യയുടെ, അതായത് ആ സ്ത്രീയുടെ വീട്ടുകാരെ വിളിക്കുകയാണ്. നിങ്ങളുടെ മകൾക്ക് മാനസിക രോഗമാണ്, ചികിത്സിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്, ദേഷ്യപ്പെടുന്നു. അങ്ങനെ സ്വന്തം അപ്പനും അമ്മയും പോലും തൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്ന് ആ സ്ത്രീ തിരിച്ചറിയുകയാണ്. ദൈവാധീനം കൊണ്ട് ആദ്യമേ തന്നെ അലോപ്പതി ഡോക്ടറെ അടുത്തല്ല പോകുന്നത്, ഒരു ഹോമിയോ ക്ലിനിക്കിലോട്ടാണ് കൊണ്ടുപോയത്. ഹോമിയോ ക്ലിനിക്ക് കന്യാസ്ത്രീമാർ നടത്തുന്ന ഹോമിയോ ക്ലിനിക്കായിരുന്നു. അവിടുത്തെ സിസ്റ്റേഴ്സിനൊക്കെ ഇവർക്ക് നേരത്തെ പരിചയമുണ്ട്. അപ്പം സംസാരിക്കുന്നു. അപ്പോൾ കൗൺസിലിംഗ് മതി എന്ന് പറയുന്നു. പക്ഷേ കൗൺസിലിങ്ങിന് ഈ ഭർത്താവ് വരുന്നില്ല. ആദ്യമൊന്നും തീരെ വരുന്നില്ല. പിന്നീട് കുറേ പറഞ്ഞ് ഭർത്താവ് വരുന്നു. ഭർത്താവ് വന്ന് കൗൺസിലിംഗ് കഴിഞ്ഞപ്പോഴാണ് പാമ്പേഴ്സ് വാങ്ങാൻ സമ്മതിച്ചു, അതുപോലെ വാഷിംഗ് മെഷീൻ വാങ്ങാൻ സമ്മതിച്ചു. സ്ത്രീ ഹാപ്പിയായി. കാരണം കുറേ കാലമായിട്ടുള്ള കഷ്ടപ്പാടാണ്. വാഷിംഗ് മെഷീനും ഇല്ല, പാമ്പേഴ്സും ഇടാനില്ല, കൊച്ചിന് രാത്രി ഉറക്കമൊന്നും ശരിയാവുമല്ലോ എന്ന് ആശ്വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ സ്ത്രീ ഗർഭിണിയാവുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം അതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നം. ഇതൊരു അബദ്ധമായി പോയി എന്നുള്ള രീതിയിലാണ് ഭർത്താവ് പറയുന്നത്. പക്ഷേ ഈ സ്ത്രീക്ക് കുഞ്ഞിനെ പൂർണ്ണമായും സ്നേഹിച്ച് വളർത്തണം എന്നുള്ള ആഗ്രഹം. പക്ഷേ ആ കുഞ്ഞിനെ ഗർഭിണിയായി എന്ന് മനസ്സിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ സ്ത്രീക്ക് ഭയങ്കര നടുവേദനയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഡോക്ടറെ അടുത്ത് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭർത്താവ് അതിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. എന്നാലും പിന്നെ ഈ സ്ത്രീയുടെ അപ്പൻ വന്നിട്ടും ഒക്കെ ആയിട്ടാണ് പലപ്പോഴായിട്ട് ഇങ്ങനെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയതൊക്കെ. അപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിനെ വലിപ്പത്തിനെക്കാട്ടിലും വലിപ്പത്തിൽ അവിടെ ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് കാണുന്നത്. അപ്പം അതായത് അബോർഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, നന്നായി ശ്രദ്ധിക്കണം, കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി ഇത് എന്താവും, വീട്ടിൽ ആരും സഹായത്തിനില്ല, അമ്മയുടെ സ്ഥാനത്ത് ആരുമില്ല, വല്ലാത്തൊരു കഷ്ടപ്പാടും. പക്ഷെ എന്നാലും ഈ സ്ത്രീക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഇല്ല എൻ്റെ കൊച്ചിനൊന്നും പറ്റില്ല എന്നുള്ള വിശ്വാസത്തിൽ അവരവിടെ ചെല്ലുകയാണ്. ഭർത്താവ് പറയുന്നത് കൊച്ചു ചത്തു വന്നെങ്കിൽ ചത്തു പോയിക്കോട്ടെ, പക്ഷെ ഇവിടുത്തെ പണികൾ നടക്കണം. പിന്നെ പല നേർച്ചകളൊക്കെ ഈ സ്ത്രീ അങ്ങ് നേരുകയാണ്. എൻ്റെ കൊച്ചിനെ ഒന്നും അബദ്ധമൊന്നും കുഴപ്പമൊന്നും പറ്റാതെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ ഇതെല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നു. അപ്പോഴും ഈ സ്ത്രീയുടെ ഒരു മനസ്സിലൊരു ഈ കുഞ്ഞെങ്കിലും ഉണ്ടായി കഴിയുമ്പോഴെങ്കിലും 2 മക്കളാവുമല്ലോ, അപ്പോഴെങ്കിലും ഭർത്താവിന് കുറച്ചൊരു വ്യത്യാസം. പക്ഷേ ഈ സ്ത്രീ എപ്പോഴൊക്കെ ദേഷ്യപ്പെടുന്നോ, എപ്പോഴൊക്കെ ഇമോഷണലായിട്ട് സംസാരിക്കുന്നു, അപ്പോഴൊക്കെ ഈ ഭർത്താവ് കണ്ടുപിടിക്കുന്ന ഒരു വഴിയാണ്, നിനക്ക് മാനസിക രോഗമാണ്. അങ്ങനെ ഈ പ്രഗ്നൻസി ടൈമിൽ, അതായത് 2ാമത്തെ കല്യാണം കഴിഞ്ഞുള്ള 2ാമത്തെ പ്രഗ്നൻസി ടൈമിൽ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ അവിടെ കൗൺസിലിങ്ങിൻ്റെ അവിടെ പോകുന്നുണ്ട്. കൗൺസിലിങ്ങിന് പോകുമ്പോൾ പലപ്പോഴും ഭർത്താവ് വരില്ല, ഈ സ്ത്രീയുടെ അപ്പനാണ് കൗൺസിലിങ്ങിന് കൊണ്ടുപോകാറ്. വിഷമം വല്ലാതെ കൂടുന്നു എന്ന് കാണുമ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നു. പിന്നീട് ആ പ്രഗ്നൻസി ടൈമിലാണ് ഹോമിയോ മരുന്ന് കഴിക്കാൻ തുടങ്ങുന്നത്, ഡിപ്രഷൻ മാറാൻ വേണ്ടി ഈ സ്ത്രീ. അങ്ങനെ അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എനിക്കൊരു ടീച്ചറാണ്, കാരണം ടീച്ചിങ്ങിനോടുള്ള ഇഷ്ടം ഉള്ളി കിടക്കുകയാണ്, അതങ്ങ് വിട്ടു മാറിയിട്ടില്ല.
അപ്പോൾ ടീച്ചറാവണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഈ ഭർത്താവ് പറയുന്നുണ്ട്, ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുള്ള പഠിപ്പിക്കലൊക്കെ മതി, ആ രീതിയാണ്. അങ്ങനെ പിന്നെ പലരുടെ ഇടപെടൽ വഴി ഈ രണ്ടാമത്തെ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലെ 5ാമത്തെ കുട്ടി അല്ലേ, ആദ്യം 3 ആൺകുട്ടികളുണ്ട്, പിന്നെ ഒരു പെൺകുട്ടീനെ പ്രസവിച്ചു, പിന്നെ ഉണ്ടായ കൊച്ചാണ് ഈ ആൺകുട്ടി. ഈ ആൺകുട്ടിയും കൂടി പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആ കൊച്ചിന് ഏകദേശം 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഒരു ടീച്ചറായിട്ട് ഒരു അടുത്തുള്ളൊരു സ്കൂളിൽ ജോലിക്ക് കയറുകയാണ്. അതേ സ്കൂളിലാണ് ഈ മൂത്ത 3 ആൺമക്കളും പഠിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീക്ക് അടുത്ത് ഉള്ള ഒരാൾ അവിടെ തന്നെ ടീച്ചറാണ്. ഒന്നിച്ച് എല്ലാവരും കൂടി ഒരു കാറിനാണ് പോകുന്നത്. പക്ഷെ പല കാരണങ്ങളാലും അദ്ദേഹം വന്നില്ലെങ്കിൽ പിന്നെ ഈ സ്ത്രീ തന്നെ ഡ്രൈവ് ചെയ്ത് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അത്രയും കേട്ടിയുണ്ട് ആ കുട്ടിക്ക്, ആ സ്ത്രീക്ക്. അങ്ങനെ പോകാൻ വരികയൊക്കെ ചെയ്യുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ സ്ത്രീ ആളുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ മെസ്സേജ് കാണുന്നത്. നിനക്കിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളായല്ലോ, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഇത്രേ ഉള്ളൂ. അപ്പം ടൈം ഹീൽസ് എന്ന് പറയുന്ന മാതിരി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ഓക്കെ അത് അയാളുടെ അവകാശമാണ് അല്ലേ, സ്വന്തം മകനെ കാണണമെന്നാണല്ലോ ആവശ്യപ്പെടുന്നത്, അത് നമുക്ക് തടയാനാവില്ല. അതുകൊണ്ട് ആ സ്ത്രീ അത് സമ്മതിച്ചു, നിങ്ങൾക്ക് വന്ന് കാണാം, അതിനെനിക്കൊരു തടസ്സവുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ രണ്ടാമത്തെ ഭർത്താവും അതുപോലെ ഈ സ്ത്രീയുടെ വീട്ടുകാരും തീരുമാനിക്കുകയാണ് ഇവൾക്ക് മാനസിക രോഗം കൂടി. കാരണം മതത്തിൻ്റെ പേരിലായിരുന്നു വേർപിരിഞ്ഞത്. വേറെ മതത്തിൽപ്പെട്ട ആളാണ് ആദ്യത്തെ കുട്ടിയുടെ അപ്പൻ. അപ്പോൾ മതങ്ങൾ തമ്മിലുള്ള നിലനിൽക്കുമല്ലോ, അത് തീർന്നിട്ടൊരു സമയമില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ സ്ത്രീക്ക് മാനസിക രോഗം കൂടി എന്ന് ഈ സ്ത്രീയുടെ വീട്ടുകാരും അതുപോലെ രണ്ടാമത്തെ ഭർത്താവും ഒന്നിച്ചങ്ങ് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീയെ സൈക്യാട്രിക് വാർഡിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയാണ്. മക്കളെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഈ സ്ത്രീ ഉറച്ചു നിൽക്കുകയാണ്, ഇല്ല എൻ്റെ മൂത്ത മകന് അവന് അവൻ്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അതുപോലെ ആ മനുഷ്യൻ്റെ ഒരേ ഒരു മകൻ അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് തടസ്സം നിൽക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ ഇത് വിമൻസിലെത്തി, കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ വീണ്ടും ആ സ്ത്രീയെ രണ്ടാമത്തെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ സ്ത്രീയുടെ പാരൻസിനോടും കൂടി അവിടെ ചെന്ന് കുറച്ച് ദിവസം നിൽക്കാൻ വിമൻസിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, വിമൻസിലെ കൗൺസിലിങ്ങിന് അവർ വിളിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ആദ്യം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അതായത് എൻ്റെ ആദ്യത്തെ ഡിവോഴ്സിൻ്റെ സമയത്തെ ഡോക്ടർ, ആ ഡോക്ടറെ അടുത്ത് തന്നെ കൊണ്ടുപോയാൽ മതി എന്ന് ഈ സ്ത്രീ പറയുകയാണ്. അത് വിമൻസിൻ്റെകാരും പറഞ്ഞു അങ്ങനെ ചെയ്യണം, കാരണം പണ്ടത്തെ ഹിസ്റ്ററിയൊക്കെ അറിയുന്ന ആളല്ലേ, അവിടെ ചെല്ലുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് പോവാണ്, വീണ്ടും സൈക്യാട്രിക് മെഡിസിൻസൊക്കെ ആയിട്ട്. അങ്ങനെ അപ്പം എല്ലാവരും സമ്മതിച്ചു. എല്ലാവരും ഇൻ ദ സെൻസ് ഈ സ്ത്രീയുടെ പാരൻസോ രണ്ടാമത്തെ ഭർത്താവും പൂർണ്ണമായും സമ്മതിച്ചിട്ടില്ല, പക്ഷേ ഡോക്ടറും സമ്മതിച്ചു. ആദ്യത്തെ ഭർത്താവിന് ഈ മകനെ കാണാനുള്ള അവകാശം. അങ്ങനെ വീട്ടിലൊരു ചടങ്ങൊക്കെ കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കമൊക്കെ തീർന്നു എന്നുള്ള മട്ടിൽ രണ്ടാമത്തെ ഭർത്താവും ഈ സ്ത്രീയും മക്കൾ 5 പേരും എല്ലാം ചേർന്ന് ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞു. ആ ചടങ്ങ് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, നാളെ മിക്കവാറും മകനെ കാണാൻ അവൻ്റെ അച്ഛൻ വരുമായിരിക്കും. അത് ആ സ്ത്രീയുടെ പിതാവിനും, അതായത് സ്വന്തം അപ്പനും അതുപോലെ ഈ രണ്ടാമത്തെ ഭർത്താവിനും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവർ ക്രൂരമായിട്ട് ഈ സ്ത്രീയെ അടിക്കുകയാണ്. നീ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ തീരുമാനിക്കുന്നു? അവർക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഈ സ്ത്രീ ചെയ്യുന്നു. അതിനു മുൻപും ഈ സ്ത്രീക്ക് ഈ രണ്ടാമത്തെ ഭർത്താവിൻ്റെ നിന്ന് തല്ല് കിട്ടിയിട്ടുള്ളതാണ്. ഭർത്താക്കന്മാർ ഭാര്യയെ തല്ലുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യം, ഒരു സാധാരണ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ സ്ത്രീക്ക് ഇതിനു മുമ്പ് തല്ല് കിട്ടിയത് എന്തിനാണെന്ന് വെച്ചാൽ, സ്വന്തം പേരിൽ സ്വന്തം അപ്പൻ ഇട്ട് തന്ന സ്ത്രീധന പൈസ അതിൻ്റെ പലിശ എടുത്തിട്ട് സഹായത്തിനൊരാളെ വെച്ചോട്ടെ എന്ന് ചോദിച്ചു. ഭർത്താവിനത് ഇഷ്ടപ്പെട്ടില്ല, അടിച്ചു. പൈസ മുഴുവൻ ഭർത്താവിനുള്ളതാണ്. അതാണ് സമൂഹത്തിൻ്റെ നിയമം. അപ്പോൾ വീണ്ടും തല്ലുകൊള്ളുകയാണ് ഈ സ്ത്രീ. ആ സമയത്ത് അതായത് മകനെ കാണാൻ അവൻ്റെ അപ്പം വരുന്നുണ്ട് എന്ന് ഈ സ്ത്രീ പറഞ്ഞപ്പോൾ എടുത്തിട്ട് തല്ലുകയാണ്. സ്വന്തം അപ്പൻ്റെയും രണ്ടാമത്തെ ഭർത്താവിൻ്റെയും തല്ലുകൊണ്ട് ഈ സ്ത്രീ വല്ലാത്തൊരവസ്ഥയെത്തി. മുഖം കണ്ട ആളെ മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലെ അത്രയും തല്ലുകൊണ്ട് ആ സ്ത്രീ.
എന്നിട്ട് തൊട്ടടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോകുമ്പം നേഴ്സ് പറയുന്നുണ്ട് പോലീസ് കേസാക്കാം, കാരണം വയലൻസാണ്. പക്ഷേ പരിചയക്കാർ എന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ അപ്പൻ അത്യാവശ്യം ഹോൾഡുള്ളൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ അതൊന്നും പോലീസ് കേസായില്ല. അവിടെ നിന്ന് പിന്നെ അത് വളരെ സ്മൂത്തായിട്ട് സൈക്യാട്രിക് വാർഡിലോട്ടാണ് മാറിയത്. ആ സ്ത്രീയുടെ ഇഷ്ടപ്പെട്ട ഡോക്ടറെ അടുത്ത് തന്നെ എത്തി. അതായത് ആദ്യം മുതലേ ആദ്യത്തെ ഡിവോഴ്സിൻ്റെ സമയത്ത് കൺസൾട്ട് ചെയ്ത ഡോക്ടറുടെ കീഴിൽ സൈക്യാട്രിക് പേഷ്യൻറ്റ് എന്നുള്ള പേരിൽ അവിടെ ചികിത്സിക്കാൻ കയറ്റി. പക്ഷേ കൂടുതലും മരുന്നുകൾ തരുന്നത് തന്നെ സ്ത്രീയുടെ മുഖം ആകെ വികൃതമായിരുന്നു, കണ്ണൊക്കെ കുഴിഞ്ഞു പോയി തല്ലുകൊണ്ട്. അതൊക്കെ ശരിയാക്കാനുള്ള മെഡിസിൻസാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ സ്ത്രീ മരുന്നൊക്കെ കഴിച്ച് ഓൾമോസ്റ്റ് ഒരാഴ്ച അവിടെ താമസിച്ചു. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, ഇനി ഇവളെ നിർബന്ധിച്ച് അങ്ങോട്ട് വിടാണ്ടിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീയും തീരുമാനിച്ചു ഇനി രണ്ടാമത്തെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം ശരിയാവില്ല എന്ന് തീരുമാനിച്ചു. ആ ജോലിയും പോയി. ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നത് ആ സ്ത്രീക്ക് അത്ര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ആ ജോലി നഷ്ടപ്പെട്ടു പോയി. എല്ലായിടത്തും ഈ ഹോൾഡാണ് പ്രശ്നം. ഈ സ്ത്രീക്ക് പ്രത്യേകിച്ച് ആരോടും ഹോൾഡോ കമ്മ്യൂണിക്കേഷൻസോ വലിയ ഫ്രണ്ട് എന്താ പറയുക വലിയ വലയങ്ങളോ ഒന്നുമില്ല. പക്ഷേ അവരുടെ അപ്പനും രണ്ടാമത്തെ ഭർത്താവിനും ഒരുപാട് കമ്മ്യൂണിക്കേഷൻ, അവർ അത്രയും ഹോൾഡുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇവർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. ആദ്യം ജോലി ചെയ്തിരുന്ന എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോയി അന്വേഷിക്കുന്നു ജോലി കിട്ടുമോ. അപ്പോൾ ആദ്യത്തെ ഭർത്താവ് അവരാണ് ഇവർക്ക് ഏക ഒരു ആശ്വാസം. എന്ന് വെച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇല്ല, നീ വിഷമിക്കണ്ട, നിന്നെ തല്ലിയെന്നോ അതൊന്നും നീ ഓർക്കണ്ട, നീ സൈക്കാട്രിക് പേഷ്യൻ്റ് ആണെന്നും ഓർക്കാൻ പോകണ്ട, യു ജസ്റ്റ് ഗോ ഹെഡ്, നിനക്ക് നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ആദ്യത്തെ ഭർത്താവാണ്. അങ്ങനെ ഇവരെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം, എന്താ കാരണമെന്നൊന്നും അറിയില്ല, പെട്ടെന്നൊരു ദിവസം ഈ രണ്ടാമത്തെ ഭർത്താവ് ഇവരെ ഇപ്പോൾ താമസിക്കുന്നത്, ഈ സ്ത്രീ ഇപ്പോൾ താമസിക്കുന്നത് അവരുടെ പാരൻസിൻ്റെ വീട്ടിലാണ്. കാരണം തല്ലൊക്കെ കൊണ്ട് സൈക്യാട്രിക് വാർഡിൽ ഒരാഴ്ച താമസിപ്പിച്ചിട്ട് അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഇനി ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം അത്ര ശരിയാവില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ പാരൻസിൻ്റെ വീട്ടിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. അവിടെ ഈ രണ്ടാമത്തെ ഭർത്താവും ആ സ്ത്രീയുടെ കുറച്ച് വീട്ടുകാരും വന്ന് ഇവരോട് പറയാണ് ഈ ഡോക്ടർ ശരിയല്ല, ഡോക്ടറെ മാറ്റണം, സൈക്യാട്രിസ്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വെളുപ്പിനെയാണ്, മക്കൾ എണീറ്റിട്ടില്ല. മക്കളെ നോക്കുമ്പം സ്ത്രീ രാത്രിയിൽ ഉറങ്ങിപ്പോയി. എണീറ്റപ്പോൾ മക്കളെടുത്തില്ല. വെളുപ്പിനെ മക്കളെ അവരിവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ സ്ത്രീ പറഞ്ഞില്ല, എന്താ എനിക്ക് എൻ്റെ ഡോക്ടറിനെ ഒത്തിരി ഇഷ്ടമാണല്ലോ, ഡോക്ടർ നല്ല സപ്പോർട്ടിങ് ആണല്ലോ. അപ്പോൾ പറഞ്ഞില്ല, അത് പോരാ, നീ വരുന്നോ അതോ ഞങ്ങൾ കൊണ്ടുപോകണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞില്ല, ഞാൻ വേറെ ഡോക്ടറെ അടുത്തൊന്നും ഞാനായിട്ട് വരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സ്വന്തം വീട്ടുകാർ സ്വന്തം വീട്ടിൽ നിന്ന് രണ്ടാമത്തെ ഭർത്താവിൻ്റെ സഹായത്തോടെ കൈയും കാലും പിടിച്ച് കെട്ടി, കൈ പുറകോട്ട് കെട്ടി, കാല് മുന്നോട്ട് കെട്ടി, വായക്കൂടെ തുണിയും കെട്ടി ഭ്രാന്താശുപത്രിയിലോട്ട് കൊണ്ടുപോവാണ്. ഭ്രാന്താശുപത്രിയിലോട്ടാണോ പോകുന്നത് എന്ന് പോലും ഈ സ്ത്രീക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഭ്രാന്താശുപത്രിയിലോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയാതെ അവിടെ എത്തിയപ്പോൾ ബോർഡ് ഇങ്ങനെ ഈ സ്ത്രീ വായിച്ചു. അപ്പോൾ മനസ്സിലായി മെൻ്റൽ ഹോസ്പിറ്റൽ. അവിടെ എത്തിക്കഴിഞ്ഞപ്പം അറ്റൻഡർ വന്നിട്ട് നോക്കി എന്താ കാര്യം നോക്കിയപ്പം ഈ കൂടെയുള്ള വീട്ടുകാരൊക്കെ ഇറങ്ങി പുറത്ത് ഡോക്ടറിനോടൊക്കെ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഈ സ്ത്രീ ഒറ്റയ്ക്ക് കാറിൽ കൈയൊക്കെ കെട്ടി കാലൊക്കെ കെട്ടിയിരിക്കുകയാണ്. അപ്പം അറ്റൻഡറിനോട് ഈ സ്ത്രീ ചോദിച്ചു, എൻ്റെ കൈയൊന്ന് അഴിച്ചു തരാമോ, ഭയങ്കര വേദനയുണ്ടെന്ന് പറഞ്ഞു. ഈ അറ്റൻഡർ ഇത് കേട്ടിട്ട് ചോദിച്ചു, ഇവർക്കെന്താ കുഴപ്പം, ഇവരെന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് അടുത്ത് നിന്ന് ആ വീട്ടുകാരടുത്ത് നിൽക്കൊണ്ട് അവരെ വിളിച്ച് അഴിച്ചു പിടിപ്പിച്ചു. പിന്നെ അവിടെ ചെന്ന് ആ ഡോക്ടർ ഇവരോടൊന്നും ചോദിക്കുന്നില്ല. അപ്പം ഇവർ പറയുന്നുണ്ട് എനിക്ക് ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡോക്ടർ അത് കേൾക്കുന്നില്ല. എന്തൊക്കെയോ മരുന്നും മെഡിസിൻസും ഇഞ്ചക്ഷനും തന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസത്തോളം ഈ സ്ത്രീക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല, ബോധം പോയി. അതുപോലെ ആയിരിക്കാം. അത് കഴിഞ്ഞ് ഇവർക്ക് ഇവരുടെ മക്കളോട് ഒന്ന് സംസാരിക്കാൻ പോലും അനുവാദമില്ല, ഫോണില്ല, ഒന്നുമില്ല. അപ്പം ഡോക്ടറോട് ഇവർ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എനിക്ക് എൻ്റെ മക്കളുടെ സ്വരം ഒന്ന് കേൾക്കണമായിരുന്നു.
അപ്പോൾ ഡോക്ടർ ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ പോവില്ലയോ, ജീവിക്കുമോ, സമ്മതമാണോ? അപ്പോൾ ഈ സ്ത്രീ പറയും, എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ എപ്പോഴും ഈ ഡോക്ടറിനെ കാണുമ്പോൾ ഈ സ്ത്രീക്ക് ഇതേ ഉള്ളൂ, എനിക്ക് എൻ്റെ മക്കളുടെ സ്വരം ഒന്ന് കേൾക്കണമായിരുന്നു. അപ്പോഴും ഡോക്ടർക്കൊരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമോ? അപ്പോൾ ഈ സ്ത്രീ അങ്ങറ്റം മരുന്ന് കഴിച്ച് തൂങ്ങി തൂങ്ങി നടക്കാൻ തുടങ്ങിയത്. പക്ഷെ അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ രണ്ടാമത്തെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചോളാമെന്ന് സമ്മതിക്കണം, അല്ലാതെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. മെൻ്റൽ ഹോസ്പിറ്റലാണ്, ചുറ്റും ഗാർഡാണ്, ഇഞ്ചക്ഷൻസാണ്, മരുന്നുകളാണ്. അങ്ങനെ ഇവർ സമ്മതിക്കുകയാണ്, ഞാൻ അയാളുടെ കൂടെ ജീവിച്ചോളാം ഡോക്ടറെ. അങ്ങനെ ആണ് ഈ സ്ത്രീക്ക് സ്വന്തം മക്കളുടെ സ്വരം കേൾക്കാൻ പറ്റിയത്. അങ്ങനെ 1 മാസത്തോളം ഭ്രാന്താശുപത്രി കഴിഞ്ഞു. ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പം പറ്റ ആരോഗ്യം നശിച്ച ഒരു സ്ത്രീയായിട്ടാണ് ഇറങ്ങി വരുന്നത്. നേരെ നടക്കാൻ പറ്റുന്നില്ല, നടു എപ്പോഴും ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യക്കോലെന്ന് പോലും നമുക്ക് കണ്ടാൽ തോന്നില്ല, അതുപോലത്തെ ഒരു കോലം. നഖം ദ്രവിച്ചു തുടങ്ങി, പലപ്പോഴും കിടന്നു മുള്ളാൻ തുടങ്ങി, കണ്ണൊക്കെ ഉന്തിയെ നിൽക്കുള്ളൂ എപ്പോഴും വീർത്ത്. അതുപോലെ ഹൈ ഡോസ് മരുന്ന് കഴിച്ച് ഈ സ്ത്രീയുടെ ആരോഗ്യം നശിക്കുക. പക്ഷേ ഭർത്താവിനും ഈ സ്ത്രീയുടെ വീട്ടുകാർക്കും ഓക്കെയാണ്. കാരണം അവർ വിചാരിച്ച കാര്യം കിട്ടി. ആ സ്ത്രീ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു, സമ്മതിപ്പിച്ചു. അങ്ങനെ ആ സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ എത്തുകയാണ്. അപ്പോൾ ഈ സ്ത്രീയെ കൊണ്ട് ഇപ്പോൾ ഒന്നും നേരാവണ്ണം ചെയ്യാൻ പറ്റാത്ത ആരോഗ്യ സ്ഥിതിയാണ്. കൈക്കും കാലിനൊക്കെ മുഴുവൻ വിറയാണ്, വിറച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് പോലും അവിടെ ഒരു സഹായത്തിന് ഒരാളെ വയ്ക്കാവോ എന്ന് ചോദിച്ചാൽ ആ ഭർത്താവിന് ഇഷ്ടപ്പെടില്ല. പിന്നെ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ത്രീ ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, പക്ഷേ അവർ ചിലപ്പം വരും, ചിലപ്പം വരില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സ്ത്രീയുടെ സ്വന്തം അമ്മ അവരെ സഹായിക്കാൻ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മയ്ക്ക് ഈ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അമ്മ അവിടെ നിന്ന് പോവുകയാണ്, അതിൻ്റെ ഒപ്പം തന്നെ മകളെയും കൊണ്ടുപോവുകയാണ്. കാരണം ഒരാളില്ലാതെ, ഒരു സഹായത്തിനൊരു സ്ത്രീ ഇല്ലാതെ ഈ 5 കുട്ടികളുടെ കാര്യവും ആ വീട്ടിലെ കാര്യവും അത് കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാട് തന്നെയാണ്. അത് ഇത്രയും കാലം ആ സ്ത്രീ പറഞ്ഞപ്പോഴും ആരും അത് മനസ്സിലാക്കിയില്ല. സ്വന്തം അമ്മ അവിടെ വന്ന് നിന്നപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. അങ്ങനെ ഈ സ്ത്രീ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ സ്ത്രീയെ കൊണ്ടുപോകുമ്പോൾ അവരുടെ അപ്പൻ ഇവരെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ചോദിച്ചുള്ളൂ, നീ നിൻ്റെ ആദ്യത്തെ ഭർത്താവിനെ ഇനി വിളിക്കുമോ? അപ്പോൾ ആ സ്ത്രീ പറയാണ്, ഇല്ല, ഞാൻ വിളിക്കുന്നില്ല, എന്നെ ഇവിടുന്ന് എങ്ങനെയും കൊണ്ടുപോയാൽ മതി. കാരണം പലപ്പോഴും അവിടെ നിൽക്കുമ്പോഴും നമുക്ക് പേടിയാണ്. എപ്പോഴും ഇങ്ങനെ വഴക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. സമയത്ത് ഭക്ഷണം ആയില്ലെങ്കിൽ, സമയത്ത് കറികളായില്ലെങ്കിൽ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ. സത്യം പറഞ്ഞാൽ ആ സ്ത്രീക്ക് സ്വയം എണീറ്റ് നടക്കാൻ പോലും ആരോഗ്യമില്ല. എപ്പോഴും ഉറങ്ങിപ്പോവാണ്. കട്ടിൽ കാണുന്നുണ്ട, സോഫ എവിടെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. അത്രയ്ക്ക് മരുന്നുകളാണ് കഴിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയെ കൊണ്ട് ഇതെല്ലാം കൂടി കൊണ്ടു നടക്കാനും പറ്റുന്നില്ല. അമ്മയാണെങ്കിൽ, സ്വന്തം അമ്മയാണെങ്കിൽ വീട് മാറിപ്പോയി, അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവരവരുടെ വീട്ടിൽ പോയി. അപ്പോഴാണ് അപ്പം പറയുന്നത്, നീ ആദ്യത്തെ ഭർത്താവിനെ വിളിക്കത്തില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനെ ഈ സ്ത്രീ അത് സമ്മതിക്കുകയാണ്. കാരണം ആദ്യത്തെ ഭർത്താവിനെ വിളിക്കുക എന്നുള്ളതല്ലല്ലോ ആവശ്യം, ആരോഗ്യം ശരിയാക്കുക എന്നുള്ളതല്ലേ. അങ്ങനെ ആ സ്ത്രീ സ്വന്തം അപ്പൻ്റെ അമ്മയുടെയും വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ കുഞ്ഞു മക്കളും ഉണ്ട് കൂടെ. അതുപോലെ ആദ്യത്തെ കെട്ടിലെ കൊച്ചും മെല്ലെ ഈ വീട്ടിലേക്ക് തന്നെ വരികയാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായത്, ഈ കുഞ്ഞു മക്കളെന്ന് ആ 5 മക്കളിൽ അവസാനത്തെ 2 മക്കളെന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളാണ്. ആ 2 വയസ്സും 3 വയസ്സും അല്ലെങ്കിൽ കൂടി 4 വയസ്സൊക്കെ പ്രായമുള്ള ആ സമയത്താണ് സ്വന്തം അമ്മേനെ ഈ ഭ്രാന്താശുപത്രിയിൽ നിന്നൊക്കെ വന്ന ആ അവസ്ഥയിൽ ആ കുട്ടികൾ കാണുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ടാവും. ഇനി അതെല്ലാം കഴിഞ്ഞ് ഇവർക്ക് ന്യൂമോണിയ പിടിക്കുകയാണ്. ഈ താഴെയുള്ള 2 മക്കൾക്ക് ന്യൂമോണിയ. അപ്പോഴും ഇവരുടെ അമ്മ, അതായത് നമ്മൾ ഈ പറയുന്ന സ്ത്രീ, ആ സ്ത്രീക്ക് എണീറ്റ് നിൽക്കാൻ ജീവനില്ല എന്ന് പറയാം. കാരണം കൈയൊക്കെ ഇങ്ങനെ വിറച്ച് കുഴഞ്ഞു നിൽക്കും, കാലും എപ്പോഴും വിറയാണ്, നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. പിടിച്ചു കെട്ടി ഭ്രാന്താശുപത്രി കൊണ്ടുപോകാൻ വേറെ ബന്ധുക്കളുണ്ട്. പക്ഷേ ആ 2 മക്കളെ നോക്കാൻ ഈ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. കൂടെ നിൽക്കാൻ അവരുടെ അമ്മയും അപ്പനും ഉണ്ടെങ്കിലും അവർക്ക് ഉറക്കം വന്നാൽ അവർ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി കിടന്നുറങ്ങും. ഈ കുഞ്ഞു മക്കളെ എടുത്ത്
അവർക്ക് ഇഞ്ചക്ഷൻ എപ്പോഴും ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഈ കയ്യിൽ ഇതൊക്കെ എല്ലാം കുത്തി അങ്ങനെയാണ് കിടക്കുന്നത്. അതിലേറ്റവും വിഷമിപ്പിക്കുന്നൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ മക്കളുടെ കൂടെ ഈ കയ്യിൽ ഇഞ്ചക്ഷൻ ഫുൾ ടൈം ഇഞ്ചക്ഷൻ്റെ ഇതും കുത്തി കിടക്കുന്ന മക്കളുടെ കൂടെ കിടന്നുറങ്ങിയപ്പോൾ പോലും ഈ സ്ത്രീ കിടന്നു മുള്ളിപ്പോവാണ്. അവരുടെ ഒരവസ്ഥ. അതിനു മുമ്പ് പലപ്പോഴും സ്വന്തം മൂത്രത്തിൽ മക്കൾ കിടക്കുന്ന കണ്ട് വിഷമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും സ്വന്തം മക്കൾ ന്യൂമോണിയ പിടിച്ച് കയ്യിൽ ഇഞ്ചക്ഷൻ്റെ ട്യൂബും കയറ്റി കിടക്കുമ്പോൾ എൻ്റെ മൂത്രത്തിലാണല്ലോ ദൈവം എൻ്റെ മക്കൾ കിടക്കുന്നത് എന്ന് കണ്ട് എണീറ്റ് ബാത്റൂമിൽ പോയി ഡ്രസ്സ് മാറ്റിയ ഒരു സ്ത്രീയുണ്ട്. പിന്നീട് അതിൽ നിന്നെല്ലാം കടന്നവർ പാരൻസിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. പക്ഷേ പാരൻസിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴും ഇവർക്ക് എന്ത് ചെയ്യണോ ഇനി മുന്നോട്ട് എന്നറിയുന്നില്ല. രണ്ടാമത്തെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വന്നു, സ്വന്തം പാരൻസിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ സഹായത്തിന് സ്ഥിരമായിട്ടൊരാളുണ്ട്. ഒരു ചേച്ചി എന്നും വരും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഭാഗം അടിച്ച് എല്ലാത്തിനും ആളുണ്ട്. അതിനൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ബട്ട് ഹൗ ടു മൂവ് ഓൺ ഈ സ്ത്രീക്കൊന്നും അറിയുന്നില്ല. എന്തായാലും ആ സ്ത്രീയുടെ പാരൻസ് ഒരു നല്ല കാര്യം ചെയ്തു. ഭ്രാന്താശുപത്രിയിലെ ചികിത്സ നിർത്തി. എന്നിട്ട് ഈ സ്ത്രീയെ ആദ്യം കൊണ്ടുപോയ ഹോമിയോ ക്ലിനിക്കിലെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ആദ്യം കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഭ്രാന്തിയാണ്, മാനസിക രോഗമാണെന്ന് പറയുമ്പോൾ പാരൻസ് കൊണ്ടുപോയിരുന്ന അതേ സ്ഥലത്തേക്ക്. അപ്പോൾ ഈ ഡോക്ടർ ഇവരെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഈ കുട്ടിക്ക്, ഇതെന്താ ഇങ്ങനെ ആയിപ്പോയത്? കാരണം വെയിറ്റൊക്കെ വല്ലാണ്ട് കൂടി തടിച്ച് കണ്ണൊക്കെ മെഴിച്ച് കണ്ടാൽ തന്നെ ശരിക്കും ഭ്രാന്തി, അതുപോലത്തെ ഒരു അവസ്ഥയിലായി. അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഈ സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ ഹൈ ഡോസ് മരുന്നൊന്നും അല്ല സാധാ മരുന്ന് തരുന്ന ഒരു ഡോക്ടറുണ്ട് എന്നും പറഞ്ഞ് നല്ലൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. പിന്നീട് ആ ഡോക്ടർ തന്ന മരുന്നുകൾ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് കൈക്ക് കാലിൻ്റെയൊക്കെ വിറ നിന്ന് കിടന്നുമുള്ളൽ അവസാനിച്ചു. അതുപോലെ ഈ സ്ത്രീക്ക് പീരീഡ്സ് വരുന്നേ ഇല്ലായിരുന്നു. അതായത് ഒരു 6-7 മാസം സ്ഥിരമായിട്ട് ഭ്രാന്താശുപത്രിയിലെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പം പീരീഡ്സ് വരുന്നതേ ഇല്ല. പക്ഷെ അതെല്ലാം നോർമലായി ഈ ഡോക്ടറിലൂടെ ആ സ്ത്രീ രക്ഷപ്പെട്ടു വരികയാണ്. പക്ഷെ അപ്പോഴും ഈ സ്ത്രീക്ക് മുന്നോട്ട് ഇനി എന്ത് ചെയ്യണം? മക്കളുടെ മുഖം കാണുമ്പോൾ ഈ സ്ത്രീക്ക് കരച്ചിലാണ്. ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് ചിരിച്ചുകൊണ്ട് ജീവിക്കും? കയ്യിൽ ഫോണില്ല. കാരണം ഭ്രാന്താശുപത്രിയിലോട്ട് പോയപ്പോൾ തന്നെ ഈ സ്ത്രീക്കുണ്ടായിരുന്ന ഫോണും ആധാർ കാർഡും ലൈസൻസും സർവ്വവക സാധനങ്ങളും പാരൻസിൻ്റെ കസ്റ്റഡിയിലാണ്. ഒന്നുമില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പാരൻസ് ഇവർക്കൊരു ഫോൺ കൊടുക്കണം. കാരണം പാരൻസ് ഇടയ്ക്ക് പല പല കാര്യങ്ങൾക്ക് പുറത്ത് പോകും. നമ്മളൊറ്റയ്ക്കാണ് വീട്ടിൽ, ഈ സ്ത്രീയും മക്കളും. അങ്ങനെ കയ്യിൽ ഒരു ഫോൺ കിട്ടുന്നു. അപ്പോൾ ആദ്യത്തെ ഭർത്താവിൻ്റെ നമ്പർ ഈ സ്ത്രീക്ക് ഓർമ്മയുണ്ട്. ബാക്കി ഫ്രണ്ട്സിൻ്റെ നമ്പറൊന്നും കാണാതെ അറിയില്ല. അങ്ങനെ ഈ ഭർത്താവിനെ വിളിച്ചങ്ങ് കരയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ആരോഗ്യം പറ്റിപ്പോയി. കയ്യിൽ നഖമൊക്കെ ദ്രവിച്ചു. അപ്പോഴും ദ്രവിച്ചിരിക്കുന്ന കയ്യിലെ നഖം നോക്കിയിട്ട് ഇവർ പറയും എന്ത് ചെയ്യണമെന്നറിയില്ല, തലയിലെ മുടി മുഴുവൻ കൊഴിഞ്ഞു. അതൊന്നും അപ്പോഴും റിക്കവേർഡ് ആയിട്ടില്ല. കൈക്കും കാലിനും ഒരു ബലമായി എന്ന് മാത്രം. പക്ഷെ ആ മനുഷ്യൻ ഇവർക്ക് പിന്നീട് മനസ്സിനൊരു ബലം കൊടുക്കുകയാണ്. ഇവരെ ഓർമ്മിപ്പിക്കും, പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ പ്രണയമായിരുന്നത് കൊണ്ട് അറിയാം, ഏകദേശം ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അതുകൊണ്ട് ഈ മനുഷ്യൻ പറയും, പഠിപ്പിക്കാൻ വലിയ ഇഷ്ടമായിരുന്നല്ലോ, എന്തിനാ അത് വേണ്ടെന്ന് വയ്ക്കുന്നത്? അപ്പോൾ ഈ സ്ത്രീ പറയും, ഞാൻ ബേസിക് മാത്സ് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ എനിക്കതൊന്നും ഇനി ഓർക്കാൻ പറ്റും തോന്നുന്നില്ല. എനിക്കിപ്പോൾ ഇത്രയും പ്രായമായി, എനിക്കിതൊന്നും പറ്റുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. ഈ മനുഷ്യൻ പിന്നീട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ സ്ത്രീ ഇവരുടെ വീട്ടിൽ പാരൻസൊക്കെ പുറത്തു പോകുന്ന സമയം നോക്കി ഈ ആദ്യത്തെ ഭർത്താവിനെ വിളിക്കും. ഭർത്താവാണ് ഇവിടുത്തെ കൗൺസിലർ. ഭർത്താവെന്ന് പറയാൻ പറ്റില്ല, ആദ്യത്തെ ഭർത്താവ്. പക്ഷെ പ്രേമമോ യാതൊരു വിധത്തിലുള്ള സംസാരമോ അല്ല, ഈ മോട്ടിവേഷനാണ്. പഠിക്കാം, നിനക്ക് പഠിക്കുന്നതിനൊരു കുഴപ്പമില്ല, പഠിക്കുക, വഴികൾ തന്നെ തുറന്നു വരും. അന്ന് പലപ്പോഴും ഈ സ്ത്രീ തിരിച്ചു പറയും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ, ഇത്രയും പ്രായമായി, ഇനി എവിടുന്ന് വഴികൾ വരുമെന്നാണ് പറയുന്നത്. അതൊന്നും പറയാൻ എനിക്കറിയില്ല. ആ മനുഷ്യൻ പറയും, അതൊന്നും പറയാൻ എനിക്കറിയില്ല, ബട്ട് ദെയർ വിൽ ബി എ വേ, യു ട്രൈ. നമ്മൾ ശ്രമിക്കുക, നമുക്കുള്ള വഴി മുന്നിൽ വരും. പിന്നെ ഇത് തന്നെ സ്ഥിരം കേട്ട് ഈ സ്ത്രീയും വിചാരിച്ചു, എന്നാൽ പിന്നെ ആകപ്പാട് അറിയാവുന്നത് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്സാണ്,
എന്നാൽ പിന്നെ അടുത്ത വീട്ടിലെ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഒരു മാത്സ് ബുക്ക്, ആ മാത്സ് ബുക്ക് കൊണ്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും പാരൻസിന്, ഈ സ്ത്രീയുടെ പാരൻസിന് ഒരു ബുദ്ധിമുട്ട്. ഇവളെന്താ ഇങ്ങനെ പഠിക്കുന്നത്? വീട്ടുപണി എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. വീട്ടുപണികൾ നന്നായി നോക്കി നടത്തുക. ഇവളെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും കഴിവ് കുറഞ്ഞ കാര്യം അതാണെന്ന് പറയാം. അത്യാവശ്യം വീട്ടുപണിയൊക്കെ ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കും, പല പല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ളതല്ലാതെ വലിയൊരു കുടുംബം നോക്കിക്കൊണ്ടുപോകാനുള്ള കഴിവ് ഈ സ്ത്രീക്കില്ല. പക്ഷെ രണ്ടാമത്തെ ഭർത്താവിൻ്റെ റിക്വയർമെൻറ്റ് അതാണ്. അപ്പം ഈ പാരൻസ് ഇവളുടെ സ്വന്തം അപ്പനും അമ്മയും ഇതിനെ എതിർക്കാൻ തുടങ്ങി. നീ എന്തിനാണ് ഇപ്പം ഇരുന്ന് പഠിക്കുന്നത്? അപ്പോൾ ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, എനിക്ക് പഠിക്കണം, എന്തെങ്കിലും ഒരു ആശ്വാസം അതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഭയങ്കര എതിർപ്പാണ് സ്വന്തം വീട്ടിൽ. അങ്ങനെ ഈ എതിർപ്പിൻ്റെ ഇടയിലെല്ലാം നിന്നുകൊണ്ടും ഈ പാരൻസ് വീട്ടിലില്ലാത്ത സമയം നോക്കിയൊക്കെയാണ് ഈ സ്ത്രീ ഇരുന്ന് പഠിക്കുന്നത്. പിന്നീട് അവിടെ ചോദിച്ചറിഞ്ഞ് പലരും ട്യൂഷൻ എടുക്കാവോ, മാത്സ് ഭയങ്കര പാടാണ്. അപ്പം ഈ സ്ത്രീ വിചാരിക്കാമോ, മാത്സ് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ കുറച്ചും കൂടി നമ്മൾ പഠിച്ചത് വെറുതെ ആവില്ലല്ലോ. അങ്ങനെ പഠിപ്പിക്കാൻ നിൽക്കുന്നു. 2 കുട്ടികളെയാണ് ആദ്യം കിട്ടിയത്. ആ 2 കുട്ടികളെ വെച്ച് ട്യൂഷൻ നടത്തുന്നു. അപ്പോഴും ഈ മാതാപിതാക്കൾക്ക് അതിനോടൊന്നും അത്ര യോജിപ്പില്ല. പിന്നെ അത് ആ സ്ത്രീയുടെ അപ്പോഴത്തെ ഡോക്ടറുടെയും അതുപോലെ ഒരു സൈക്കോളജിസ്റ്റും ഉണ്ടായിരുന്നു ഡോക്ടറുടെ ഒപ്പം. ഇവർ 2 പേരും പറഞ്ഞ് പാരൻസിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതാണ് ശരിക്കും. അങ്ങനെ ട്യൂഷൻ തുടങ്ങുന്നു. ട്യൂഷൻ തുടങ്ങിയപ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ, ഡഫ് സ്കൂളിൽ മാത്സ് ടീച്ചറിന് അവിടെ ഒരു മാത്സ് പഠിപ്പിക്കാൻ ഒരാളില്ല. അങ്ങനെ ആ സ്ത്രീക്ക് ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വഴി തുറന്നു വരികയാണ്. ഒരു ജോലി കിട്ടി. ആ ടീച്ചിങ്ങിന് കിട്ടുന്ന 10,000 രൂപ, ആ പൈസയുടെ കുറച്ച് 5,000 രൂപ എടുത്ത് ഈ സ്ത്രീ ഒരു ടച്ച് ഫോൺ വാങ്ങുകയാണ്. അത് വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് ഇവൾക്കറിയാം. അതുകൊണ്ട് ഇവൾ വീട്ടിൽ പറയാതെ ഒരു ഫോൺ വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പം വീട്ടിൽ ഭയങ്കര വഴക്ക്. നിനക്കൊരു ടച്ച് ഫോൺ ഉപയോഗിക്കാനുള്ള ശേഷിയില്ല. അതാണ് ഇവരുടെ മാതാപിതാക്കൾ ഇവളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവൾ സമ്മതിക്കുന്നില്ല. എനിക്കൊരു ടച്ച് ഫോൺ വേണം. പിന്നെ അതും സത്യം പറഞ്ഞാൽ ആ സ്ത്രീയുടെ അപ്പോഴത്തെ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇതൊന്നും മാനസിക പ്രശ്നങ്ങളായി പരിഗണിക്കപ്പെട്ടില്ല. പിന്നീട് ആ ഒരു ചെറിയ ടച്ച് ഫോൺ വെച്ച് ഈ സ്ത്രീ വീഡിയോകളെടുത്ത് യൂട്യൂബിലിടാൻ തുടങ്ങി. എന്തിനാണെന്നറിയില്ല. കാരണം പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, ആകെ അതേ അറിയുള്ളൂ. പിന്നെ എൻ്റെ മക്കളെയും ആ സ്ത്രീക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മക്കളെന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് വലിയ കാര്യമാണ്. പഠിപ്പിക്കാമെന്ന് വെച്ചാലും വലിയ കാര്യമാണ്. തമ്പനെയിൽ ഇടാൻ അറിയില്ല, #, എന്താണെന്നറിയില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്നും അറിയില്ല. വെറുതെ വീഡിയോ എടുക്കുക, യൂട്യൂബിലോട്ട് ഇടുക, ഇത്രേ ഉള്ളൂ. പക്ഷെ അതും യൂട്യൂബ് തുടങ്ങിയതും സ്വന്തം അപ്പനും അമ്മേനോടും പറയാതെയാണ്. കാരണം പറഞ്ഞാൽ എതിർക്കും. നിനക്ക് യൂട്യൂബ് ഒന്നും തുടങ്ങാനുള്ള യാതൊരു കഴിവുമില്ല, ശേഷിയില്ല, അതാണ്. അപ്പോൾ എന്നാലും അവരുടെ ആ ഒരു പാഷൻ കാരണം അവരതങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. മക്കളെന്നാണ് കട്ട സപ്പോർട്ട്. അമ്മ പഠിപ്പിച്ചോ, അമ്മ പഠിപ്പിച്ച് നല്ലൊരു ടീച്ചറാവും, മക്കളാണ് പിന്നെ അങ്ങോട്ട്. അപ്പോഴത്തേക്കും പിന്നെ ആദ്യത്തെ ഭർത്താവും പറഞ്ഞു, ഇനി അധികം നമ്മൾ സംസാരിക്കുന്നതിന് കാര്യമില്ല. കാരണം ഇപ്പോഴും നിങ്ങൾ ഭാര്യയും ഭർത്താവും, രണ്ടാമത്തെ ഭർത്താവുണ്ട്. ഇനി എൻ്റെ മോട്ടിവേഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരവസ്ഥ എത്തി. കാരണം ഞാൻ സ്വന്തം കാലം നിൽക്കാനും മുന്നോട്ട് പോകാനും പഠിച്ചു വരികയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ തമ്മിൽ പിന്നീടുള്ള സംസാരങ്ങൾ വളരെ കുറഞ്ഞു. അങ്ങനെ പഠിച്ചു കയറി, യൂട്യൂബ് ചാനൽ തുടങ്ങി, പിന്നീട് ട്യൂഷനായിട്ട് തുടങ്ങി. ഇന്ന് ആ സ്ത്രീക്ക് ഒരു ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി നഖമൊക്കെ ദ്രവിച്ചു പോയ സ്വന്തം മക്കളുടെ മേത്ത് കിടന്നുകൊള്ളേണ്ടി വന്ന ആ സ്ത്രീക്ക് ഏകദേശം 50,000 രൂപ വരുമാനമുണ്ട്. ഇതോടെ ഈ സ്റ്റോറി ഞാൻ ഏകദേശം നിർത്തുകയാണ്. ഇപ്പോഴും ആ സ്ത്രീയെ സംബന്ധിച്ച് പൂർണ്ണമായ സ്വാതന്ത്ര്യമൊന്നുമില്ല. ഇപ്പോഴും സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും മാതാപിതാക്കളുടെ ഇഷ്ടമൊക്കെ അനുസരിച്ച് ആ സ്ത്രീയുടെ രണ്ടാമത്തെ ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പ്രഷർ. പക്ഷേ ഈ സ്ത്രീക്കറിയാം അതൊരിക്കലും നന്മയിലേക്കല്ല. പിന്നെ ആദ്യത്തെ ഭർത്താവ് എന്നും ഒരു നല്ല ഫ്രണ്ടാണ്. കാരണം നമ്മൾ തീരെ അവശരായി നിൽക്കുമ്പോൾ നമ്മളെ കൈ പിടിച്ചെണീപ്പിച്ചവരെ
നമുക്ക് പിന്നീട് തള്ളി പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നല്ലൊരു ഭർത്താവ് എന്നുള്ള അവസ്ഥയിലല്ല, നല്ലൊരു കൂട്ടുകാരൻ എന്ന അവസ്ഥയിൽ ആ സ്ത്രീയുടെ മനസ്സിൽ നിന്നും ആ മനുഷ്യനുണ്ട്. അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത, തൊട്ടേനും പിടിച്ചതിനും മാനസിക രോഗം എന്ന് പറയുന്ന രണ്ടാമത്തെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ല. ഇതാണ് എൻ്റെ സ്റ്റോറി. ഇനി ഞാൻ പറയാനുള്ളത്, ഇതാരെയും വിഷമിപ്പിക്കാനോ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ താറടിച്ച് കാണിക്കാനോ ഒന്നും പറഞ്ഞതല്ല. വെറും ഒരു സ്ത്രീയുടെ കഥ, അങ്ങനെ കണ്ടാൽ മതി. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ആരൊക്കെ താഴ്ത്തുന്നു. സ്വന്തം അപ്പനും അമ്മയാണല്ലോ എന്നെ ഇങ്ങനെ ആക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തക്കാരെന്ന് പറയാൻ ആരും ഇല്ലല്ലോ. എനിക്ക് തീരെ ആരോഗ്യമില്ലല്ലോ, ഞാൻ പണ്ടൊന്നും പഠിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ പഠിച്ചതെല്ലാം മറന്നുപോയല്ലോ. ഇതൊന്നും ഒരു പ്രശ്നമല്ല. വാട്ട് യു ഡു നൗ അറ്റ് പ്രസൻറ്റ്, ഇപ്പം നീ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നിനക്ക് പുരോഗതി ഉണ്ടാവും. അപ്പോൾ ഓരോ നിമിഷവും നമുക്ക് ഭാവിയിലേക്കുള്ള നല്ല ഒരു ചവിട്ടുപടിയായിരിക്കട്ടെ. നന്നായി പുരോഗതിയിലേക്ക് പോകാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്നതാണ് നമ്മുടെ എല്ലാം ജീവിതം. പക്ഷെ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരുന്നത് അത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. ഇന്ന് ഈ സ്ത്രീ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ ഒരുപാട് പേർക്ക് സഹായം കിട്ടുന്നുണ്ടെങ്കിൽ പണ്ട് ആ സ്ത്രീക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, നീ പഠിച്ചിട്ട് എന്തിനാ, നീ പഠിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായോ, ഞാൻ ഇത്രയും പഠിച്ചതാണല്ലോ എന്ന് ആ സ്ത്രീ പറയുമ്പോൾ തിരിച്ച് കേൾക്കേണ്ടി വന്നിട്ടുള്ള വാക്കുകളാണ്. പക്ഷേ ഇന്ന് ആ സ്ത്രീക്ക് സന്തോഷിക്കാം, ഞാൻ പഠിച്ചത് വെറുതെ ആയി, ഞാൻ എൻ്റെ പഠിപ്പിക്കലും കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട് എന്ന് ആ സ്ത്രീക്ക് സന്തോഷത്തോടെ ഓർക്കാം, സന്തോഷത്തോടെ ഉറങ്ങാം. അങ്ങനെ എല്ലാവരും കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്തോ അല്ലെങ്കിൽ തകർച്ചകളിലോട്ട് നോക്കി നിൽക്കാതെ മുന്നോട്ട് നോക്കി ജീവിക്കാൻ സാധിക്കട്ടെ. നന്ദി.